ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മാത്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ, പ്ലസ് വണ്ണിൽ ഈ ചാപ്റ്ററുമായി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെ പുതിയ ചാപ്റ്ററിലേക്ക് കൊണ്ടുവരാം, അങ്ങനെ കുറച്ച് ഭാഗങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഭാഗം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് കണ്ടിന്യൂറ്റി വരുന്ന ഒരു ഭാഗം, പിന്നെ ഡിഫറൻഷ്യബിലിറ്റി വരുന്ന ഭാഗം. അപ്പോൾ കണ്ടിന്യൂറ്റി നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച കുറച്ച് പേരും കൂടെ ക്ലാസ്സിൽ വരാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ട് തുടങ്ങാം നമുക്ക്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിൽ നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ ലിമിറ്റ്സിൻ്റെ തുടർച്ചയായി വരുന്ന ഭാഗമാണ് കണ്ടിന്യൂറ്റിയിൽ ഉൾപ്പെടുന്നത്. ഡെറിവേറ്റീവ്സിൽ ഉൾപ്പെടുന്ന ഡിഫറൻഷ്യബിലിറ്റിയിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ ഡെറിവേറ്റീവിൻ്റെ ഭാഗമാണ് ഡിഫറൻഷ്യബിലിറ്റിയിൽ വരുന്നത്. അതിൽ കണ്ടിന്യൂറ്റി ചെറിയ ഒരു കാര്യമേ പഠിക്കാനുള്ളൂ, അതിൻ്റെ പ്രോബ്ലം ആകുമ്പോഴത്തേക്ക് അങ്ങ് തീരും. പക്ഷേ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ചാപ്റ്ററാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ചാപ്റ്റർ, അതിൻ്റെ തന്നെ കാര്യങ്ങൾ ഉപയോഗിച്ച് സെക്കൻഡ് പാർട്ടിലെ ചാപ്റ്ററുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോട് ഈ ചാപ്റ്റർ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിൽ ലിമിറ്റ്സ് പഠിച്ചായിരുന്നു. ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാൻ വേരിയസ് മെത്തേഡുകൾ എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്ലാസ്സിലില്ലായിരുന്നവർ അതിൻ്റെ വീഡിയോ ക്ലാസ് ഒന്നും കൂടെ കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഇനി ഈ ചാപ്റ്ററിൻ്റെ തുടക്കം, അതായത് ആദ്യത്തെ പാർട്ട്, അത് കണ്ടിന്യൂറ്റിയാണ്. CONTINUIT. ഓക്കെ, ഇതെല്ലാം നമ്മളൊരു ഫംഗ്ഷനെ ബേസ് ചെയ്താണ് പഠിക്കുന്നത്. ഫംഗ്ഷനെ ബേസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ അതും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കണം. കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ ഭാഗത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ. ഓക്കെ, എന്നിട്ട് ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ടും കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നത് എപ്പോൾ. ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗം തീരും. ഓക്കെ, അതിൽ ആദ്യത്തെ ഭാഗം പറയുമ്പോൾ തന്നെ രണ്ടാമത്തെ ഭാഗവും അതിനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ മതിയാവും. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്തിനാണ്? ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ നമുക്ക് പഠിക്കണം, അതിൻ്റെ പ്രോബ്ലം പഠിക്കണം. ഓർമ്മിക്കുക, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഫംഗ്ഷൻ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു ഫംഗ്ഷനെ സാധാരണഗതിയിൽ നമ്മൾ f(x) എന്ന് എഴുതും. അത് എപ്പോഴും വൈയുടെ വാല്യൂവിന് ഈക്വലാണ്. അപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് y = f(x) എന്നാണ്, അറിയാലോ. ഇതിൽ എക്സിന് കിട്ടാവുന്നുള്ള വാല്യൂസിൻ്റെ സെറ്റ്, അതിനെ വിളിക്കുന്നത് ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്നാണ്. ഓക്കെ, ഈ ഓരോ എക്സ് വിലയും കൊടുക്കുമ്പോൾ വൈക്ക് ഒരു വില കിട്ടും. ആ വൈ വാല്യൂസിൻ്റെ സെറ്റിനെ നമ്മൾ വിളിക്കുന്നത് റേഞ്ച് എന്നാണ്. ഓക്കെ, ഇനി ഈ ഫംഗ്ഷനിലെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനിൽ എക്സിന് സ്വീകരിക്കാവുന്ന വാല്യൂസിൻ്റെ സെറ്റ്, ആ ഡൊമൈനിലുള്ള ഒരു പോയിന്റ്, അതാണ് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവുമ്പോൾ സെലക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിനെ നമ്മൾ എന്തെന്നാണ് ഉദ്ദേശിക്കുന്നത്? ആ ഫംഗ്ഷനിൽ എക്സിന് കിട്ടാവുന്ന ഒരു വാല്യൂവിൽ എപ്പോഴാണ് കണ്ടിന്യൂസ് ആകുന്നത് എന്നതാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ജനറലി ഇങ്ങനെ പറയാം, f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സിൻ്റെ വാല്യൂ c എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ, അതാണ് നമ്മൾ ഇതിൻ്റെ തിയറി പാർട്ടിൽ പഠിക്കുന്നത്. ഓക്കെ, f(x) എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ x = c എന്ന് പറയുന്ന പോയിന്റിൽ, ഓക്കെ, അത് കണ്ടിന്യൂസ് ആവുന്നത് എപ്പോഴാണെന്ന് ചെക്ക് ചെയ്യണം. അത് കണ്ടിന്യൂസ് c എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു കാര്യം സാറ്റിസ്ഫൈ ചെയ്യാതിരുന്നാൽ കണ്ടിന്യൂസ് ആവില്ല.
ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആകാൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട 3 കാര്യങ്ങൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കും. ഒന്നാമത്, ഇതിനകത്ത് എഫ് ഓഫ് സി ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്താണ് എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് സി എന്ന് പറയുന്ന നമ്പർ കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ അത് കണ്ടുപിടിക്കാൻ പറ്റണമെന്ന്. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് സി കൊടുത്താൽ നമുക്കൊരു ആൻസർ കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സി ഡിഫൈൻ ചെയ്യാൻ പറ്റി എന്ന് പറയും. അപ്പോൾ ഇത് പറ്റണം. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇത് പറ്റാതെ വന്നാൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറയും. ഓക്കെ, ശരി. രണ്ടാമത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൻ്റെ വില എയിലേക്ക് പോകുമ്പോഴുള്ള ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റണം. ഈ ലിമിറ്റ് എങ്ങനെ കാണാം എന്നുള്ളതാണ് +1 പഠിച്ചത്. അതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത്. അതിന് പ്രോബ്ലം ചെയ്യുമ്പോഴേ ഇനി ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഒന്നാമത് എഫ് ഓഫ് സി ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഇപ്പോഴേ ഇതങ്ങ് മനസ്സിലാക്കി പോവാം. ഓക്കെ, രണ്ടാമത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് അത് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റണം. ഇത് പറ്റാതിരുന്നാലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല. ഓക്കെ, ഇനി ഇത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ കണ്ടീഷനാണ് വളരെ പ്രധാനം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കണം എഫ് ഓഫ് സിയുടെയും വാല്യൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇതിനകത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിൻ്റെ വില എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഇതും ഉണ്ടെങ്കിലല്ലേ ഈക്വൽ ആവുള്ളൂ. ഈ കണ്ടീഷൻ പറഞ്ഞാൽ മതിയാവും. പക്ഷേ അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ സ്റ്റെപ്പിലേക്ക് പോവുക. എങ്ങനെയാണ്? ആദ്യം എഫ് ഓഫ് സി കാണുക. കാണാൻ പറ്റിയില്ലെങ്കിൽ അപ്പോഴേ കണ്ടിന്യൂസ് അല്ലെന്ന് പറയാം. ഓക്കെ, അടുത്തത് ലിമിറ്റ് കണ്ടുപിടിക്കുക. അതും കാണാൻ പറ്റിയില്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ലെന്ന് പറയാം. ഇത് രണ്ടും കിട്ടിയിട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പ്രോബ്ലം ചെയ്യുന്ന വർക്കിംഗ് റൂളാണ് ഈ പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നോക്കുക. ഈക്വൽ ആവുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു സി ആകുമ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് പറയും. മനസ്സിലായല്ലോ? ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതിരുന്നാൽ അത് ആ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. ആ കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്കണ്ടിന്യൂസ് എന്നാണ്. ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഇവിടെ കിട്ടിയല്ലോ. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവുന്നത്. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, പ്രോബ്ലം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ എക്സിന് ഒരു വാല്യൂ തന്നേക്കും, ഒരു ഫംഗ്ഷൻ തന്നേക്കും, കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസം ലിമിറ്റ്സ് കാണാനുള്ള സാധാരണ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് 3 കാറ്റഗറി ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. എങ്ങനെയാണ്? ഒരൊറ്റ വാല്യൂ മാത്രം വരുന്ന ഫംഗ്ഷൻ വരാം, 2 വാല്യൂ വരുന്നതുണ്ട്. എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു വരുന്നത് വരാം, 2 വാല്യൂ തന്നെ അല്ലെങ്കിൽ ഒന്നിലധികം വാല്യൂസ് തന്നെ ലെസ് ദാനും ഗ്രേറ്റർ ദാനും വെച്ച് വരാം. ഓരോ പ്രോബ്ലവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഭാഗം ക്ലിയറായി അങ്ങ് പോകണം. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. ഇതിനകത്ത് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഭാഗം എല്ലാവരും പാട് എന്ന് കരുതി കളയുന്ന ഭാഗമാണ്. നമ്മൾ അങ്ങനെ ആവരുത്. ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിക്കും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റണം. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസിലോ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റിലോ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ആ കണ്ടീഷനിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. ഇല്ലെങ്കിൽ നമുക്ക് നോട്ട് എഴുതി പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഒന്ന് നോക്കിയിട്ട് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും. ഡൗട്ട് ഇല്ല എങ്കിൽ ഇല്ല എന്ന് ഒന്ന് നിങ്ങളത് തന്നാൽ, കമൻറ്റ് തന്നാൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഓക്കെ, എന്നിട്ടും പിന്നെ ഇല്ലായിരുന്നവർക്കോ നിങ്ങൾക്കൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഇനി നമുക്ക് നോട്ടും കൂടെ എഴുതണം അതിൻ്റെ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ താഴെ എഴുതിക്കോ. ടെക്സ്റ്റ് എടുക്കാൻ മറന്നത്. ഇത് +1 ആ ടെക്സ്റ്റ് സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതുക. കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ്. കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ്. കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ്.
ശരി, താഴെ എഴുതുക. ഇഫ് എന്ന് എഴുതിയത് അങ്ങ് വിട്ട് നമുക്ക് ആദ്യം ഒരു വേറെ സെൻറ്റൻസ് എഴുതിയിട്ട് എഴുതാം. എഴുതിക്കോ. ലെറ്റ് എഫ് ബി എ റിയൽ ഫംഗ്ഷൻ. ലെറ്റ് എഫ്, സ്മോൾ ലെറ്റർ എഫ്, ബി എ റിയൽ ഫംഗ്ഷൻ. റിയൽ ഫംഗ്ഷനൊക്കെ അറിയാമല്ലോ, റിയൽ നമ്പേഴ്സിൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ. ലെറ്റ് എഫ് ബി എ റിയൽ ഫംഗ്ഷൻ ആൻഡ് സി, സ്മോൾ ലെറ്റർ സി, ബി എനി പോയിന്റ്. സി ബി എനി പോയിന്റ് in the domain of f, any point in the domain, domain, domain of f, comma, then f is said to be continuous, continuous, continuous at c. F is said to be continuous at c. If f is said to be continuous at c, if limit x tends to c, f of x equal to f of c. Limit x tends to c. എഴുതാൻ അറിയാമല്ലോ, ലിമിറ്റൊക്കെ എഴുതാൻ അറിയാം, നമ്മൾ ആൾറെഡി പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ഇതൊരു ബോക്സിനകത്ത് വരച്ച് വെച്ചേ. ഇതാണ് കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ. ഓക്കെ, ഇനി താഴെ ഇതിൻ്റെ വർക്കിംഗ് റൂൾ എന്ന് പറഞ്ഞ് എഴുതണം. എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള സ്റ്റെപ്പുകളാണ് എഴുതുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗം വരുന്നത്. ഓക്കെ, ശരി. താഴെ വർക്കിംഗ് റൂൾ. ശരി, അതിൽ താഴെ 1 നമ്പർ എഴുതണം. ഫൈൻഡ് എഫ് ഓഫ് സി, ഫൈൻഡ് എഫ് ഓഫ് സി, ഫൈൻഡ് എഫ് ഓഫ് സി, കോമ, if f of c does not exist, if f of c does not exist, then f is not continuous at x equal to c. f is not continuous at x equal to c. അപ്പോൾ ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ എഫ് ഓഫ് സി കാണുക. കാണാൻ പറ്റിയില്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ എല്ലാം അതിൻ്റെ കൂടെ തന്നെ എഴുതി പോവുകയാണ്. ഓക്കെ, 2 ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ്. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ്. ഫുൾ സ്റ്റോപ്പ്. ആദ്യ സെൻറ്റൻസ് ഒന്നുകൂടെ പറയാമെന്ന് ഒരാൾ ചോദിച്ചു. ഒന്നുകൂടെ പറയാം. ഫൈൻഡ് എഫ് ഓഫ് സി, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ എഴുതുക ഇഫ് എഫ് ഓഫ് സി ഡസ് നോട്ട് എക്സിസ്റ്റ്, എഫ് ഓഫ് സി ഡസ് നോട്ട് എക്സിസ്റ്റ്, then എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് പറയുന്നത്. എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി, നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. ഓക്കെ, ശരി. രണ്ടാമത്തെ സെൻറ്റൻസ് അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് 2 നമ്പർ ഇട്ട് എഴുതുക. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ്. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ്. ഓക്കെ, അതിൻ്റെ കൂടെ എഴുതുക. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ എഴുതുക ഇഫ് limit does not exist, if limit does not exist, then f is not continuous at x equal to c. ആദ്യം പറഞ്ഞു എഫ് ഓഫ് സി കാണാൻ പറ്റിയില്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല. രണ്ടാമത് പറഞ്ഞു ലിമിറ്റ് കണ്ടുപിടിക്കണം, അത് കാണാൻ പറ്റിയില്ലെങ്കിലും
കണ്ടിന്യൂസ് അല്ല. ഇഫ് എഫ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ദെൻ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. ഓക്കെ. 3 check whether limit extends to c f of x equal to f of c. 3ാം സ്റ്റെപ്പാണ്. ചെക്ക് വെദർ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ആ ലിമിറ്റും എഫ് ഓഫ് സിയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്ത പോയിന്റ് ആയിട്ട് ഇഫ് ഈക്വൽ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. ഇഫ് ഈക്വൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. otherwise the function is discontinuous. ആ വേർഡ് ഇപ്പോൾ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? otherwise the function is discontinuous. കണ്ടിന്യൂസ് അല്ലാത്ത സാഹചര്യത്തെ നമ്മൾ വിളിക്കുന്നത് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ്. ഫങ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. എക്സ് ഈക്വൽ ടു സിയിലെ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുള്ളൂ. ഫങ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. ഓക്കെ. ഡെഫിനിഷൻ പെട്ടെന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും ചെയ്യും, എക്സാമ്പിളായിട്ട് ചെയ്യും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക, പെട്ടെന്ന് നോക്കുക, പെട്ടെന്ന്. ശരി, അപ്പോൾ ഇതിൻ്റെ നോക്ക് ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും. ഓക്കെ, പെട്ടെന്നാവട്ടെ. ശരി, അപ്പോൾ ആ ഡൗട്ട് ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതുക. ആദ്യം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, പിന്നെ നമ്മൾ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലും ഓരോ മോഡൽ എഴുതാം നമുക്ക് ചെയ്യാം. ഒന്നാമത് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫങ്ഷൻ. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3. കണ്ടിന്യൂറ്റി ഓഫ് ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 at x equal to 1. f of x equal to 2x + 3 at x equal to 1. ഓക്കെ, ശരി. അപ്പോൾ ഓരോരോ സ്റ്റെപ്പായിട്ട് നോക്കുക. ഞാൻ ഒന്ന് എഴുതാം, നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചെയ്യാം. ഡൗട്ടുള്ളത് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അല്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എക്സ് ഈക്വൽ ടു സിക്ക് പകരം 1 ആണ്. അപ്പോൾ ആദ്യം എഫ് ഓഫ് സി കാണുക. എഫ് ഓഫ് സി കാണുക എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 കാണുക. എഫ് ഓഫ് 1 കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സിൽ എക്സ് ഉള്ളിടത്തെല്ലാം 1 കൊടുക്കുക. അപ്പോൾ 2x എന്നുള്ളത് 2 × 1 + 3. 2 × 1 2, 2 + 3 = 5. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? പ്രത്യേകിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. രണ്ടാമത് ലിമിറ്റ് കണ്ടുപിടിക്കുക. എന്തിനാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എക്സ് ടെൻസ് ടു സി എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് കാണുക എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിൻ്റെ വില ഇവിടെ ആകെ ഒരു വിലയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ട് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഒന്നിലധികം വില ഉണ്ടെങ്കിലേ നമുക്ക് ഓരോരോ മെത്തേഡിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഡയറക്റ്റായിട്ട് കൊടുക്കുക. എഫ് ഓഫ് എക്സിൻ്റെ വില 2x + 3. ഓക്കെ, ബ്രാക്കറ്റ് ഇങ്ങനെ കൊടുക്കണം.
അങ്ങനെയാണ് നമ്മൾ ശരിയായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ? ഒരു ഫംഗ്ഷൻ നോർമലായിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ റാഷണൽ ഫംഗ്ഷൻ അല്ല എങ്കിൽ ധൈര്യമായിട്ട് എക്സ് ഉള്ളിടത്ത് 1 കൊടുക്കുക, അപ്പോഴൊരു ആൻസർ കിട്ടും. അതായിരിക്കും അതിൻ്റെ ആൻസർ. അങ്ങനെ അല്ല എങ്കിൽ മാത്രമേ വേറെ മെത്തേഡിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഇവിടുത്തെ ഫംഗ്ഷൻ സിമ്പിളാണ്, പോളിനോമിയൽ ഫംഗ്ഷനാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എക്സ് ഉള്ളിടത്ത് 1 കൊടുക്കാം, ഒരു ആൻസർ കിട്ടുമെങ്കിൽ അതായിരിക്കും അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ഉള്ളിടത്തെല്ലാം 1 കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? എക്സ് ഉള്ളിടത്ത് 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. പിന്നെ ലിമിറ്റ് എഴുതുക. ഓക്കെ, ഫംഗ്ഷൻ സിംപ്ലിഫൈ ചെയ്യല്ല, ലിമിറ്റ് അപ്ലൈ ചെയ്യണം. പിന്നെ നമ്മൾ എഴുതുന്ന സ്റ്റെപ്പിൽ ലിമിറ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് ചെയ്യുക. അതിന് വേണ്ടിയാണ് ഞാൻ ബോർഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എക്സ് ഉള്ളിടത്ത് 1 കൊടുക്കുമ്പോൾ 2 × 1 + 3. 2 × 1 എന്ന് പറഞ്ഞാൽ 2 + 3 = 5. അപ്പോൾ ലിമിറ്റും എക്സിസ്റ്റ് ചെയ്തു. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് 2 കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി മൂന്നാമത്തെ കണ്ടീഷനാണ് പ്രധാനപ്പെട്ടത്. എന്തിനാണ്? ഈ ലിമിറ്റും ഈ ഫംഗ്ഷൻ്റെ വാല്യൂവും സെയിം ആണോ നോക്കണം. ഇവിടെ 5 ആണ് കിട്ടിയത്, ഇവിടെ 5 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്കെന്ത് എഴുതാം? വി ഹാവ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 f(x) = f(1). അതും കിട്ടി. therefore താഴെ എങ്ങനെ എഴുതും? therefore f(x) ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 1. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്ന സ്റ്റെപ്പുകൾ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുമ്പോഴാണ് ഫുൾ മാർക്ക് കിട്ടുന്നത്. ഇതിനിടയ്ക്ക് ശകലം എന്തെങ്കിലും പറ്റിപ്പോയാലും അതിൻ്റെ മാർക്കേ കുറയുള്ളൂ. ഉറപ്പായി നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റായിട്ട് എഴുതി വെച്ചില്ലെങ്കിൽ മാർക്ക് കിട്ടൂല എന്നുള്ള വിവരം നിങ്ങൾ +1ൻ്റെ പല റിസൾട്ടുകളും വന്നപ്പോൾ തന്നെ മനസ്സിലാക്കി കാണും. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിങ്ങൾ ശീലിക്കുക. ഓക്കെ, അപ്പോൾ നോക്കുക, സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്ക്, സ്വന്തമായിട്ട് എഴുതുക, സംശയമുള്ളവർ ചോദിക്കുക. ഓക്കെ, എഴുതി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അടുത്തതിലേക്ക് പോവാം. ഓക്കെ, സംശയം ഉണ്ടെങ്കിലും പറയുക. സാവകാശം എഴുതിയാൽ മതി, വെപ്രാളമൊന്നും വേണ്ട, നമുക്കിനി സമയമുണ്ട്. ഓക്കെ, ഇപ്പോൾ എഴുതിയെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, കുറച്ചുകൂടെയൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ് ഇനി വരുന്നത്. ഇതെല്ലാം ഞാൻ പറയുന്നതെല്ലാം ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും കൂടി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് സെലക്ട് ചെയ്ത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. കൺസിഡർ ദ ഫംഗ്ഷൻ f(x) = f(x)ൻ്റെ 2 വാല്യൂ ഉണ്ട്. ആദ്യത്തെ വാല്യൂ x² - x - 6 / x + 2. ഓക്കെ, കോമ x ≠ -2. രണ്ടാമത്തെ ഫംഗ്ഷൻ -5, അത് x = -2. ഓക്കെ, താഴെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓർ നോട്ട്. ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓർ നോട്ട് at x = -2. at x = -2.
ശരി, എല്ലാവരും നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു -2 ആകുമ്പോൾ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ 3 സ്റ്റെപ്പുകൾ കണ്ടുപിടിച്ച് ചെക്ക് ചെയ്താൽ മാത്രം മതിയാവും. ഞാൻ ആ സ്റ്റെപ്പുകളാണ് പറയുന്നത്. ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ഒന്നാമത് എന്താണ്, ഇവിടെ സിയുടെ വില -2 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് എഫ് ഓഫ് സി കാണണം. എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് -2 കാണണം. എഫ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തിനാണ്? ഇതിനാണ് ഞാൻ എപ്പോഴും മീനിങ് ഒക്കെ പറയുന്നത്. എന്തിനാണ്? എക്സിൻ്റെ വില -2 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വിലയാണ് എഫ് ഓഫ് -2 എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ക്വസ്റ്റ്യനിൽ കൃത്യമായും പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ വില -2 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വില എത്രയാണെന്ന്? -5 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഡയറക്റ്റായി എഴുതാം. എഫ് ഓഫ് -2ൻ്റെ വില എത്രയാണ്? -5 ആണ്. ഓക്കെ ആയല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി ഇങ്ങനെ ഉത്തരം എഴുതാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, ശരി. രണ്ടാമത് ലിമിറ്റ് കണ്ടുപിടിക്കണം. എന്തിനാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് കാണണം. ഓക്കെ, ഇത് കാണാൻ വേണ്ടി നമ്മൾ ഫംഗ്ഷനിലേക്ക് പോവുക. ഫംഗ്ഷനിൽ ഒന്നിലധികം വാല്യൂ കൊടുത്തേക്കാണ്. ഓക്കെ, ആ വാല്യൂ ഏതിനെ ബേസ് ചെയ്താണെന്ന് നോക്കണം. -2നെ ബേസ് ചെയ്താണോ എന്ന് നോക്കണം. -2നെ ബേസ് ചെയ്താണ്. ഇനി അത് എങ്ങനെയാണ് തന്നേക്കുന്നതെന്ന് നോക്കണം. ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ആകുമ്പോഴാണോ എന്ന് നോക്കണം. ആണ്. നോട്ട് ഈക്വൽ ടു ആകുമ്പോൾ ഒരു വിലയും ഈക്വൽ ടു ആകുമ്പോൾ വേറൊരു വിലയാണ്. അപ്പോൾ എക്സിൻ്റെ വില -2 ഈക്വൽ ആകുമ്പോഴാണോ നോട്ട് ഈക്വൽ ആകുമ്പോഴാണോ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഏതുള്ളപ്പോഴാണ്? നോട്ട് ഈക്വൽ ടു ആകുമ്പോഴുള്ള എഫ് ഓഫ് എക്സിൻ്റെ വിലയെ സെലക്ട് ചെയ്യാം. അപ്പോൾ നോട്ട് ഈക്വൽ ടു ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വിലയുണ്ട്. x² - x - 6 ഡിവൈഡഡ് ബൈ x+2 അത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ലിമിറ്റ് ശ്രദ്ധിച്ചിരിക്കുക, എക്സ് ടെൻസ് ടു -2. ഇവിടെ സെലക്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു -2 ആകുമ്പോഴല്ല, നോട്ട് ഈക്വൽ ടു ആകുമ്പോഴാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞതാണ്. അത് x² - x - 6 ഡിവൈഡഡ് ബൈ x+2. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ, ഒരു പ്രോബ്ലം ഇല്ല. ഇതിൻ്റെ വില കാണണമെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചു വെച്ചേക്കുന്നത് ഇവിടെ എക്സ് ഉള്ളിടത്തെല്ലാം -2 കൊടുക്കുക എന്നാണ്. പക്ഷേ അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ ചെയ്യാവൂ. ഏതാണ് ടൈപ്പ്? അത് റാഷണൽ ഫംഗ്ഷൻ ആണോ എന്ന് നോക്കണം. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടെന്ന് നോക്കണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ഓക്കെ, ഉണ്ടെങ്കിൽ ആദ്യം എക്സ് ഉള്ളിടത്ത് -2 ഡിനോമിനേറ്ററിൽ നിങ്ങൾ കൊടുത്തു പോകണം. എക്സ് ഉള്ളിടത്ത് -2 ഡിനോമിനേറ്ററിൽ കൊടുത്താൽ -2 + 2 ഡിനോമിനേറ്റർ എന്തായിപ്പോയി? 0 ആയി. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനിൽ ഡയറക്റ്റായിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് -2 കൊടുത്താൽ ആൻസർ കിട്ടൂല. ഓക്കെ, അപ്പോൾ ഇനി ആൻസറിലേക്ക് കണ്ടുപിടിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വേറെ മെത്തേഡുകൾ അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം കൂടെ ഞാൻ പറഞ്ഞു. എക്സ് ഈക്വൽ ടു -2 ന്യൂമറേറ്ററിലും കൊടുത്ത് നോക്കുക. അപ്പോഴും 0 ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് മീൻ. ന്യൂമറേറ്റർ കൊടുത്ത് നോക്ക്. എക്സ് ഈക്വൽ ടു -2 ന്യൂമറേറ്റർ കൊടുത്താൽ -2ൻ്റെ സ്ക്വയർ 4 -2 + 2 പിന്നെ ഒരു -6 4 + 2 6 - 2 എത്ര? 0. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ 0/0 എന്നുള്ള ഫോമിലാണ്. ആണെങ്കിൽ ഉറപ്പായും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചത്. പിടി കിട്ടുന്നുണ്ടല്ലോ. +1 പഠിച്ച കാര്യങ്ങളാണ്. സംശയമുള്ളവർ ചോദിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, 0/0 എന്നുള്ള ഫോമിലാണ്. ഇനി ആൻസർ എങ്ങനെ കാണും? ഈ റാഷണൽ പോളിനോമിയൽ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആൻസർ കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിലുള്ള മെത്തേഡ് ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഫോമിൽ എഴുതുക. താഴെ ഉള്ളത് x+2, അതിന് ഇതിന് മാറ്റമൊന്നുമില്ല. ന്യൂമറേറ്ററിലുള്ളതാ x² - x - 6 അതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ? -6ഉം കൂട്ടിയാൽ -6ഉം -1 കിട്ടുന്ന നമ്പേഴ്സ് ഉണ്ടാകും. മൾട്ടിപ്ലൈ ചെയ്താൽ -6 രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ആൻസർ കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആയിരിക്കും. ഓക്കെ, ഈ പ്ലസും മൈനസും കൂടെ കൂട്ടിയാലാണ് -1 കിട്ടുന്നത്. അതിൻ്റെ ചിഹ്നം മൈനസ് എന്ന് പറഞ്ഞാൽ വലുതിൻ്റെ ചിഹ്നം മൈനസും ചെറുതിൻ്റെ ചിഹ്നം പ്ലസും ആണെന്നാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുന്നത്? 3ഉം 2ഉം ആണ്. അതിൽ 3 മൈനസ് കൊടുക്കും, 2 പ്ലസ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ x+2 × x - 3 ഇതാണ് അതിൻ്റെ ഫാക്ടറൈസേഷൻ. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ 8ാം ക്ലാസ്സിലോ 7ലോ തൊട്ടേ നിങ്ങളിത് പഠിച്ചു വെച്ചേക്കാണ്. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യും. ഇവിടെ നോക്കുക, ഇവിടെ ഫംഗ്ഷനെ ചെറുതാക്കുന്നതേ ഉള്ളൂ, ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോഴേ ആ അവസരത്തിൽ വീണ്ടും ലിമിറ്റ് നിന്ന് ഇങ്ങനെ എഴുതി വരിക. ലിമിറ്റ് എപ്പോഴും അപ്ലൈ ചെയ്യുന്നോ അപ്പോഴും മാത്രമേ ലിമിറ്റ് മാറ്റാവൂ. ഇതെല്ലാം ശ്രദ്ധിച്ചോണം. നമ്മൾ സാധാരണ നമുക്ക് അറിയാവുന്നുള്ളവർ പോലും എഴുതി തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. ശരിയായിട്ട് എഴുതിയില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, ശരി. നോക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 ഇതിനെങ്ങനെ മാറ്റും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് -6 എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് -3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2. അപ്പോൾ ഈ എക്സ് പ്ലസ് 2ഉം ഈ എക്സ് പ്ലസ് 2ഉം ക്യാൻസലായി പോവും. ബാക്കി ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എക്സ് -3 എന്ന് മാത്രം വരും. ഫംഗ്ഷൻ സിമ്പിളായി, അതിനകത്ത് ഡിനോമിനേറ്റർ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. എക്സ് ഉള്ളിടത്ത് ഡയറക്റ്റായിട്ട് -2 കൊടുത്താൽ മതി. അങ്ങനെയല്ലേ പഠിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുമല്ലോ. എന്ത് ചെയ്യും? എക്സ് ഉള്ളിടത്ത് ഇനി -2 കൊടുത്താൽ മതി. എക്സ് ഉള്ളിടത്ത് -2 ഞാൻ കൊടുക്കാൻ പോവുകയാണ്, പിന്നെ ലിമിറ്റ് എഴുതണ്ട. ഓക്കെ, അപ്പോൾ എന്ത് വരും? -2 -3 എന്ന് വരും. എത്ര വരും? -5 എന്ന് വരും. അപ്പോൾ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി, ഫംഗ്ഷൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റി. ഇനി ഇത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരൊറ്റ കാര്യവും കൂടെ അല്ലേ ഉള്ളൂ. ഇവിടെ -5, ഇവിടെ -5, രണ്ടും ഈക്വലാണ്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനം. എന്തിനാണ് ഞാൻ ഇവിടെ മോളോട്ട് എഴുതണേ? ശ്രദ്ധിച്ചോളണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സിൻ്റെ വില എന്തിന് ഈക്വലാണ്? എഫ് ഓഫ് -2 ഈക്വലാണ്. ദെർഫോർ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു -2. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആവുമല്ലോ? ഇത്രയേ ഉള്ളൂ. ഇനി എവിടെയെങ്കിലും ഇവിടെ കിട്ടിയ ആൻസർ ഇതിപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നാൽ കണ്ടിന്യൂസ് ആവില്ല, ഇത് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നാൽ കണ്ടിന്യൂസ് ആവില്ല, ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് ഈക്വൽ ആവാതിരുന്നാലും കണ്ടിന്യൂസ് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പുകളെല്ലാം വേണമെന്ന് പറയുന്നത്. എവിടെയാണ് നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആവുമല്ലോ? ബോർഡ് നോക്കണ്ട, സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിക്കുക. സംശയമുള്ളത് മാത്രം ബോർഡിൽ നോക്കുക. ഓക്കെ, മനസ്സിലാക്കി ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പഠിച്ചെഴുത്. ഇത് ഞാൻ ഇനി കൂടുതൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ക്ലാസ്സിൽ പറയില്ല. പറയുന്ന ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിക്കുക, കൂടുതലുള്ളത് നോക്കുക. ശരി, പെട്ടെന്നാവട്ടെ. എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. പെട്ടെന്ന് സാവകാശം എഴുതി, പെട്ടെന്നല്ല, സാവകാശം മനസ്സിലാക്കി എഴുതിയാൽ മതി. ഞാൻ പറയുന്ന പോലെ വീണ്ടും ഒന്ന് കേൾക്കുക. നമുക്ക് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലേക്ക് കിട്ടുന്നത്. സ്വന്തമായിട്ട് തന്നെ ആൻസർ എഴുതുക. ഡൗട്ടുള്ളത് മാത്രം ബോർഡിൽ നോക്കുക. ഓക്കെ, എങ്കിലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഫംഗ്ഷൻ സെലക്ട് ചെയ്തു. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്, ഫംഗ്ഷൻ ചിലപ്പോഴിങ്ങനെ ഒന്നിലധികം വാല്യൂവിനെ ബേസ് ചെയ്ത് തരും. ഓക്കെ, നിങ്ങൾ അതിനകത്ത് ഒരു ടെൻഷനും ആവേണ്ട ആവശ്യമില്ല. ആദ്യം ഇത് കാണുക. ഫസ്റ്റ് വൺ കണ്ടുപിടിച്ചാൽ മനസ്സിലാവുമല്ലോ. സെക്കൻഡ് വൺ കണ്ടുപിടിക്കുമ്പോൾ എക്സ് ടെൻസ് ടു -2 എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ എഫ് ഓഫ് എക്സിന് 2 വാല്യൂ കിടക്കുമ്പോൾ ഏത് വില സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അതിനുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത്. ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു തരും, ചിലതിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും തരും. ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു വരുന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ലിമിറ്റ് കാണേണ്ട ഫംഗ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്? അതാണ്. എങ്ങനെയാണ്? ഈക്വൽ ടു ആകുമ്പോഴും ഉണ്ട്, നോട്ട് ഈക്വൽ ടു ആകുമ്പോഴും ഉണ്ട്. ഏതെടുക്കും? ഞാൻ അത് കൃത്യമായി പറഞ്ഞതാണ്. എക്സ് ടെൻസ് ടു -2 എന്ന് പറഞ്ഞാൽ അവിടെ ഹിഡൻ ആയിട്ടൊരു മീനിങ് ഉണ്ട്. എക്സ് നോട്ട് ഈക്വൽ ടു -2 എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നോട്ട് ഈക്വൽ ടുവും ഈക്വൽ ടുവും വന്നാൽ ലിമിറ്റ് കാണാൻ വേണ്ടി, ലിമിറ്റ് കാണാനാണ്, ലിമിറ്റ് കാണാൻ വേണ്ടി നോട്ട് ഈക്വൽ ടു വരുന്ന ഫംഗ്ഷൻ വേണം സെലക്ട് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. അത് ഇതിനകത്ത് കൊടുക്കും. അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ. അതെങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് ആ രീതിയിൽ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് റാഷണൽ ഫംഗ്ഷനാണ്. റാഷണൽ ഫംഗ്ഷൻ ആകുമ്പോൾ ഇവിടെ ആൻസർ കിട്ടാതിരിക്കാൻ, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയാണ്? ഡിനോമിനേറ്റർ എക്സിൻ്റെ സ്ഥാനത്ത് -2 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവുകയാണെങ്കിൽ ആൻസർ ഇല്ല. അത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ മനസ്സിലാക്കി വെച്ചേക്കാം. അങ്ങനെ കൊടുത്തു നോക്കിയപ്പോൾ ഡിനോമിനേറ്റർ 0 ആയി. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററും കൂടി 0 ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ന്യൂമറേറ്ററും 0 ആണ്. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൊടുക്കുമ്പോൾ 0 ആവുകയാണെങ്കിൽ ആൻസർ കിട്ടാൻ ചാൻസ് ഉണ്ട്. എപ്പോഴാണ്?
എന്ത് ചെയ്താൽ മതി? ഫാക്ടറൈസേഷൻ മെത്തേഡാണ് സാധാരണ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്. ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഫോമിൽ എഴുതുക, സിമ്പിളി അങ്ങനെ മനസ്സിലാക്കുക. ഇവിടെ ഫാക്ടേഴ്സ് എഴുതി കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ സിമ്പിളായി. ഇനി ഇത് നോക്കാം, ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഇത് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കും. അങ്ങനെയാണ്. ഇനി ഈ ഫംഗ്ഷന് ഒന്നിലധികം വില വരുന്ന കേസിൽ തന്നെ ലെസ് ആനും ഗ്രേറ്റർ ആനും വരുന്നുണ്ട്. അത് ഞാൻ പറയാം. അത് അതിന് മുമ്പ് ഇത് ക്ലിയർ ആക്കാം. ഇനി വീണ്ടും സംശയം ഉണ്ടെങ്കിൽ പറയാം. സംശയം എന്തുണ്ടെങ്കിലും ചോദിക്കുക, ഇപ്പോഴും തന്നെ ക്ലിയർ ആക്കി പോകണം. ഓക്കെ, ശരി. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും ആവും. കണ്ടിന്യൂറ്റി ആവും, ലിമിറ്റ് വരുന്നതാവും, സിംഗിൾ ഫംഗ്ഷൻ വരുന്നതുകൊണ്ട്, രണ്ട് ഫംഗ്ഷൻ വരുന്നത് ലെസ് ആൻഡ് ഗ്രേറ്റർ ദാനും ഈക്വലും നോട്ട് ഈക്വലും വരുന്നതായി ലെസ് ആൻഡ് ഗ്രേറ്റർ ദാനും വരുന്നൊരു ക്വസ്റ്റ്യങ്ങൾ പറയാം. പിന്നെ നിങ്ങളും കൂടെ വർക്ക് ചെയ്യും. ഓക്കെ, ശരി. ബാക്കിയുണ്ട്. ശരി, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് ആണ്. എക്സ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് കണ്ടിന്യൂസ് ആണോ എന്ന് കണ്ടുപിടിക്കും. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കത്തില്ല. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റാണ്. എന്തിനാണ്? ആ എക്സിൻ്റെ പോസിറ്റീവായിട്ടുള്ള വില മാത്രം, അഥവാ ചിഹ്നം ഒഴിവാക്കിയിട്ടുള്ള വില മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിളാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ അതിൻ്റെ യഥാർത്ഥ ഫോമിലല്ല. അപ്പോൾ ആ മോഡുലസ് ഫംഗ്ഷൻ്റെ യഥാർത്ഥ ഫോം എഴുതിയിട്ട് വേണം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് മോഡുലസ് ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ എങ്ങനെ എഴുതും? എന്താണ് ക്വസ്റ്റ്യൻ എഴുതിയില്ല എന്നാണോ? ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, പെട്ടെന്ന് എഴുതുക. ശരി, ഇനി ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിൻ്റെ ലിമിറ്റൊക്കെ കാണണം, ഫംഗ്ഷൻ്റെ വിലയും കാണണം. അപ്പോൾ മോഡ് എക്സിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മോഡ് എക്സിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എഴുതുക. എങ്ങനെയാണ് മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ? അതും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്തിനാണ്? മോഡുലസ് എക്സിന് രണ്ട് വാല്യൂ ഉണ്ട്. ഒന്ന് പ്ലസ് എക്സ് എന്ന് പറയുന്ന വാല്യൂവും അടുത്തത് മൈനസ് എക്സ് എന്ന് പറയുന്നൊരു വാല്യൂ. പ്ലസ് എക്സ് എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്ന എപ്പോഴാണ്? എക്സ് പോസിറ്റീവ് ആകുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മോഡ് എക്സിൻ്റെ വില എന്നത് തന്നെയാണ് പ്ലസ് എക്സ് എന്ന് തന്നെയാണ്. അതായത് ഇവിടെ ഈ വാല്യൂ കിട്ടുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. ഇനി എക്സ് ലെസ് ദാൻ 0 അഥവാ എക്സ് നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആകുമ്പോൾ മോഡ് എക്സിൻ്റെ വില മൈനസ് എക്സ് എന്നാണ്. എങ്കിലേ മൈനസും ചേർന്ന് അതിൻ്റെ ആൻസർ വീണ്ടും എന്താവുള്ളൂ? പ്ലസ് ആവുള്ളൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാണ്. ഓക്കെ, ഇനി ഗ്രേറ്റർ ദാൻ 0 ആയി, ലെസ് ദാൻ 0 ആയി, പോസിറ്റീവായി നെഗറ്റീവായി, ഇനി ഒരെണ്ണം കൂടെ എക്സ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തിനാണ്? എക്സ് ഈക്വൽ ടു 0 ആവും. എക്സ് ഈക്വൽ ടു 0 ആയ മോഡ് 0 എന്നാവും. അത് എത്രയാണ്? 0. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ ഈക്വൽ ടു മോഡ് എക്സിൻ്റെ യഥാർത്ഥ വാല്യൂ ഇതാണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇത് നമ്മൾ എഴുതിയതിന് ശേഷം മാത്രമേ ആൻസർ കണ്ടുപിടിക്കാവൂ. ഓക്കെ, ശരി. ഞാൻ വീണ്ടും പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്ന കഴിഞ്ഞ ക്ലാസ്സിലെ ആ ഒരു വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. പ്ലസ് 1 ഇങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, എല്ലാ ദിവസവും നമുക്ക് അത് ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്കും ബോറിംഗ് ആവും, നമുക്ക് ക്ലാസ് നീങ്ങത്തുമില്ല. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലില്ലായിരുന്നവർ അത് നല്ലപോലെ പഠിക്കുക. അപ്പോൾ നോക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിനെ നമ്മൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ എഴുതി. ഇതാണ്. ഈ രൂപം എഴുതുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് എഴുതിയതാണ്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതായാൽ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യും. അതാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, നമുക്ക് ചെയ്യാം. എങ്ങനെ? ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ്? സിയുടെ സ്ഥാനത്ത് 0. എഫ് ഓഫ് 0 കണ്ടുപിടിച്ച് നോക്കാം. എഫ് ഓഫ് 0 എങ്ങനെ കാണും? അതിൻ്റെ അർത്ഥം എന്തിനാണ്? എക്സിൻ്റെ വില 0 ആകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ വില എന്നാണ്. അതായത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എക്സിൻ്റെ വില 0 ആകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ വില എത്രയാണ്? 0. അപ്പോൾ എഫ് ഓഫ് 0 0 എന്ന് കിട്ടി. ആർക്കും ഡൗട്ടില്ലല്ലോ? എഫ് ഓഫ് 0 0 എന്ന് കിട്ടിയത് മനസ്സിലാവുമല്ലോ. ശരി. രണ്ടാമത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കാണണം. ഓക്കെ, എക്സിൻ്റെ വില 0ലേക്ക് പോകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ വില കാണണം. ഓക്കെ, അപ്പോൾ ഇനി ഫംഗ്ഷൻ്റെ വിലയിലേക്ക് പോവുക. അതിൽ ഈക്വൽ ടു 0 ആകുമ്പോഴും ഈക്വൽ ടു 0 അല്ലാത്തപ്പോഴും വാല്യൂസ് ഉണ്ട്. നമ്മൾ പഠിച്ചേക്കുന്നത് ഈക്വൽ ടു 0 അല്ലാത്തപ്പോഴുള്ള വില വേണം ലിമിറ്റ് കാണാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈക്വൽ ടു 0 അല്ലാത്തപ്പോഴുള്ള വില ഇതാ കിടക്കുകയാണ്. ഇവിടെ പക്ഷേ 2 വില കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏതെടുക്കും? അപ്പോൾ നോക്കുക, ഈ കണ്ടുപിടിക്കേണ്ട എക്സ് ടെൻസ് ടു 0 ഉണ്ടല്ലോ, 0യേക്കാൾ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ആകുമ്പോഴാണോ ഡിഫറൻറ്റ് വിലകളെന്ന് നോക്കും. ആണ്, 0യേക്കാൾ ഗ്രേറ്റർ ദാൻ ആകുമ്പോഴൊരു വില, ലെസ് ദാൻ ആകുമ്പോഴൊരു വില. അപ്പോൾ 2 വിലയും എടുത്തല്ലേ പറ്റുള്ളൂ. എങ്ങനെ? അവിടെ നമ്മൾ ലിമിറ്റ് കാണാൻ വേണ്ടിയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നോട്ട് ഈക്വൽ ടു 0 വരുന്ന 2 കേസുണ്ട്. അത് ഒന്ന് ലെസ് ദാൻ ആകുമ്പോഴാണ്, ഒന്ന് ഗ്രേറ്റർ ദാൻ ആകുമ്പോഴാണ്. എങ്കിൽ അവിടെ ലിമിറ്റ് കാണാൻ വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഉപയോഗിക്കും, റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉപയോഗിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ്, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡൗട്ടുള്ളവർ വീണ്ടും അത് കണ്ടിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കും. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെയാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് കാണും. അതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ വ്യക്തമായി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് തന്നെയാണ്, പക്ഷേ എക്സിൻ്റെ വില 0യേക്കാൾ ചെറിയ വില വരുമ്പോൾ എന്നുള്ളതിനാണ് മൈനസ് കൊടുത്തേക്കുന്നത്. 0യേക്കാൾ ചെറിയ വില വരുമ്പോഴുള്ള എഫ് ഓഫ് എക്സ് ഇവിടെ കൊടുക്കണം. 0യേക്കാൾ ചെറിയ വില എക്സിന് വരുമ്പോഴുള്ള എഫ് ഓഫ് എക്സ് എത്രയാണ്? മൈനസ് എക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സിൻ്റെ വില കണ്ടുപിടിക്കുക. കാണാൻ അറിയാം, നമ്മൾ സാധാരണ അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ പോലെയാണ്. എക്സ് ഉള്ളിടത്ത് എത്ര കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. അപ്പോൾ -0 എത്രയും തന്നെ വരും? 0 എന്ന് തന്നെ കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്തിനാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, എങ്ങനെ കാണും? അതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ആണ് കാണേണ്ടത്. പക്ഷേ 0ത്തിനേക്കാൾ വലിയ വില വരുമ്പോൾ, അതിനാണ് ഈ പ്ലസ് കൊടുത്തേക്കുന്നത്, എഫ് ഓഫ് എക്സ് ഇവിടെ സെലക്ട് ചെയ്യണം എന്നാണ് ഇതിൻ്റെ മീൻ. ഓക്കെ, 0ത്തിനേക്കാൾ വലിയ വില വരുമ്പോഴുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? പ്ലസ് എക്സ്. അപ്പോൾ അത് പ്ലസ് എക്സ് കാണും. ഇത് കാണാൻ ഇനിയിപ്പോൾ അവൻ കുഴപ്പമില്ല, നമ്മൾ സാറിന് പഠിച്ചതുപോലെ ആയി. എക്സ് ഉള്ളിടത്ത് 0 കൊടുത്താൽ മതി. അപ്പോൾ ആൻസർ എത്ര വരും? 0 ആയി. ലെഫ്റ്റ് ഹാൻഡിൽ ലിമിറ്റും റൈറ്റ് ഹാൻഡിൽ ലിമിറ്റും കണ്ടുപിടിച്ചാൽ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നോക്കണം, എങ്കിലേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇത് ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോഴേ അതിൻ്റെ വില കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ വിലയും നമുക്ക് കിട്ടും. അത് ഈ ഈക്വൽ ആയിട്ടുള്ള സംഖ്യയാണ്. അതെത്രയാണ്? 0. അപ്പോൾ നമുക്കിവിടെ കിട്ടി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കാണാൻ പറ്റും. അതിൻ്റെ വില 0 ആണ്. എഫ് ഓഫ് 0യുടെ വില എത്രയാണ്? 0 ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് എഴുതാം. എന്തിനാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിൻ്റെ വില എഫ് ഓഫ് 0ക്ക് ഈക്വൽ ആണ്. Therefore the function is continuous at x equal to 0. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. മനസ്സിലാവുമല്ലോ? അപ്പോൾ ആ പ്രീത സജി എന്ന് പറയുന്ന ആൾ ഒന്നുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആളിന് കുറച്ച് ഡൗട്ടുണ്ട്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നുകൊണ്ടായിരിക്കും. ഇപ്പോഴും ക്ലിയർ ആയോ എന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശരി. അപ്പോൾ എപ്പോഴാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണുന്നത്? ആ ഒരു വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ആകുമ്പോഴേ ഡിഫറൻറ്റ് വാല്യൂ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കും. ഓക്കെ, അത് ഇതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായി കാണുമല്ലോ? അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ആൻസർ എഴുതുക. ആദ്യം ഫംഗ്ഷൻ എഴുതുക, അതിന് പ്ലസ് അതിൻ്റെ യഥാർത്ഥ ഫോം എഴുതുക, ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കുക, ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ അല്ലാതെ ഞാൻ വീണ്ടും പറഞ്ഞാൽ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവത്തേ ഉള്ളൂ. ഓക്കെ, സ്വന്തമായിട്ട് എഴുതി നോക്കി, പെട്ടെന്നാവട്ടെ. എല്ലാ മോഡലും ഞാൻ ചെയ്തേക്കാണ്. ഓക്കെ, ഇതേപോലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ, ഏത് ക്വസ്റ്റ്യൻ വന്നാലും വരുള്ളൂ, ഫംഗ്ഷൻ മാത്രമേ മാറി വരുള്ളൂ. പെട്ടെന്ന് ചെയ്ത് നോക്ക്, പെട്ടെന്നാവട്ടെ.
എല്ലാ സ്റ്റെപ്പുകളും എഴുതണേ കേട്ടാ, ചുരുക്കി എഴുതി വയ്ക്കല്ലേ. പിന്നീട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ആ രീതിയിൽ ആവശ്യമായ രീതിയിൽ മലയാളത്തിലോ എങ്ങനെ വേണോ നിങ്ങൾക്ക് നോട്ട്ബുക്കിനകത്ത് എഴുതി സൂക്ഷിക്കാം. പക്ഷെ എല്ലാം വേണം, പിന്നീട് നോക്കുമ്പോൾ അത് മനസ്സിലാവണം. ഓക്കെ, ശരി. എഴുതി കംപ്ലീറ്റ് ആയ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. അപ്പം ഞാൻ മോഡലായിട്ട് ഒരു 1 2 3 4 ക്വസ്റ്റ്യൻസാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രാക്ടീസ് പ്രോബ്ലം ആയിട്ട് നിങ്ങൾ ടെസ്റ്റിനകത്തുണ്ട്, ചെയ്ത് നോക്കുക. ഇതൊക്കെ ഞാൻ പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞത്. പിന്നെ കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടെയാണ് പറഞ്ഞത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോഴത്തേക്ക് നിങ്ങൾ അതും കൂടെ ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം കിടന്ന് നമുക്ക് വാരി വലിച്ചിപ്പോൾ എഴുതി അങ്ങനെ പഠിക്കണ്ട. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കോൺഫിഡൻസ് വരും. നമുക്കത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം. കാര്യം അതിന് അതും കൂടുതലായിട്ട് പറയാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, നോക്കുക, പെട്ടെന്ന് നോക്കുക. ഞാൻ ഒരു 2 ക്വസ്റ്റ്യൻ ഇടാം ഹോംവർക്കായിട്ട്. ഓക്കെ, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മായ്ക്കാണ്. ശരി, ഒന്നാമത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 വാല്യൂ ഉണ്ട്. ഒന്ന് x² + 3, എക്സ് നോട്ട് ഈക്വൽ ടു 0. അടുത്ത പോലെ 1, എക്സ് ഈക്വൽ ടു 1. ഇത് എക്സിൻ്റെ വില 1 ആകുമ്പോൾ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അതിന് 3 വാല്യൂ ഉണ്ട്. ഒരെണ്ണം mod x + 2, x less than -2. രണ്ടാമത്തെ പോലെ -2, x ഈക്വൽ ടു -2. അടുത്തൊരു വില -2x, -2 less than x less than 3. ഇങ്ങനെയാണ് തന്നത്. അപ്പോൾ ആലോചിച്ച് ചെയ്ത് നോക്കുക. പറ്റിയില്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ സഹായിക്കാം. ഓക്കെ, ഇത് രണ്ടും ഹോംവർക്കായി എഴുതുക. ഇത് കണ്ടിന്യൂറ്റി, ചെക്ക് ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു -2 ആണ് ചെക്ക് ചെയ്യേണ്ടത്. എക്സ് ഈക്വൽ ടു -2ൽ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കുക. ഓക്കെ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടെയാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. പറ്റിയില്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ സഹായിക്കും. ഓക്കെ, നിങ്ങൾ ശ്രമിച്ച് നോക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് ഓക്കെ ആവത്തുള്ളൂ. Tell me pretty lies, look me in the face, tell me that you love me, even if